ഫുള്ള് വെള്ളം നമ്മൾ വരച്ച് നീല കളർ നമുക്കുള്ളിലേക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. മഞ്ഞ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഫുൾ പെയിൻറ്റിങ് നമ്മൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കിയ സംഭവം നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ ബാക്കിയാണിട്ടത്. അതായത് ആ വീഡിയോയിൽ നമ്മളൊരു ഗപ്പിക്കുളം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ പോയി ഒന്ന് കാണട്ടെ. അപ്പോൾ നമ്മൾ ടയർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഗപ്പിക്കുളം ഉണ്ടാക്കിയുള്ളത് അത് നമ്മൾ സിമെൻറ്റൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഉണങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അത് നമ്മൾ ലീക്ക് കൂടി നോക്കണം. അതുപോലെ തന്നെ അതിൽ പെയിൻറ്റ് അടിക്കണം. എന്നിട്ട് നമ്മൾ ഗപ്പി കുട്ടികളെ ഒന്ന് വളർത്തിയങ്ങ് എടുക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടുമല്ലോ. വാ അപ്പോൾ ഇന്നലെ നമ്മൾ തേച്ച് ചാന്തിച്ച് വെച്ച നമ്മളെ ഗപ്പിക്കുളം ഇന്നേക്ക് എന്താണെന്ന് നോക്കിയാലേ. അപ്പോഴേ നമ്മളെ കുളം എന്തായാലും കേട്ടോ, നമുക്കൊന്ന് സെറ്റായി ഒന്ന് നോക്കട്ടെ. വാവ്, അടിപൊളിയായിട്ട് സെറ്റായി കിട്ടാ. അതായത് വീണ്ടും പുളിയുടെ ഇല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം നിറച്ച് ലീക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം നിറയ്ക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം പിടിക്കാം. ആദ്യം തന്നെ പുളിയുടെ ഇലകളൊക്കെ പറക്കിയെടുക്കാം. നമ്മൾ പിടിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗപ്പിക്കുളത്തിന് 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ ലീക്ക് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ലീക്ക് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ കുറേ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ലീക്ക് ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ ലീക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം നോക്കുക കണ്ട, നമ്മൾ ഗപ്പിക്കുളത്തിൻ്റെ നോക്കണ്ട ഈ ഒരു അളവ് വരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണ്ട ഈ അളവ് കണ്ട നിങ്ങൾ. അപ്പോൾ ഈ അളവ് വരെയാണ് വെള്ളം ഒഴിച്ചുള്ളൂ. അപ്പം ഇനി നാളെ നോക്കുമ്പോൾ എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് നാളെ കാണാം. ഇന്ന് ഡേ 4 ആണ്. ഇന്ന് 4ാമത്തെ ദിവസമായിട്ട് നമ്മൾ ഇന്നലെ ഗപ്പി കുളത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ട് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി കിട്ടുക. അപ്പോൾ നേരെ നമുക്ക് അത് നോക്കാൻ പോവാം. വായോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഗപ്പിക്കുളത്തിൻ്റെ ലീക്ക് നോക്കാം. നമുക്ക് നോക്കിയാൽ ഇപ്പോഴും നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ലെവലിലാണ് ഇപ്പോഴും വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഇത് ലീക്കില്ലാന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൽ വെള്ളം വറ്റിച്ചിട്ട് ഇതൊന്ന് ഉണക്കാനായിട്ട് നോക്കിയിട്ട് നമുക്കൊന്ന് പെയിൻ്റ് അടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കപ്പ് കൊണ്ട് പോയിട്ടാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ഇത് വെള്ളം വറ്റിച്ചിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫുള്ള് വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കും. നിറച്ച് കരടാണെങ്കിൽ അപ്പോൾ തുണിയെടുത്തിട്ട് പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വലിയാൻ വേണ്ടി, അതായത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ കുളം നോക്കിയാൽ നന്നായിട്ട് ഉണങ്ങി വലിഞ്ഞിട്ടുണ്ട്. നോക്കിക്കണ്ട സംഭവം നോക്കി, നന്നായിട്ട് ആ വെള്ളമൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളിൽ നീല കളറാണ് അടിക്കുന്നത്. ഉള്ളിൽ നീല കളറും സൈഡിൽ മഞ്ഞ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് നമുക്ക് അവിടെ ഒക്കെ നിന്ന് ഷെയ്ഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം. അപ്പോൾ നീല കളർ നമുക്കുള്ളിലേക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ നീല പെയിൻ്റ് അടിച്ച് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ മഞ്ഞ പെയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇനി മഞ്ഞ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ ഗപ്പിക്കുളത്തിൻ്റെ ഫുൾ പെയിൻറ്റിങ് നമ്മൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കിയ സംഭവം നോക്കട്ടെ, കണ്ട നമ്മൾ ഗപ്പിക്കുളമൊക്കെ പെയിൻറ്റ് അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നോക്കിയാൽ ഗപ്പിക്കുളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നീല പെയിൻറ്റ് അടിച്ചു, അതുപോലെ സൈഡിൽ മഞ്ഞ അടിച്ചു, അതുപോലെ തന്നെ അടിയിൽ നമ്മളൊക്കെ മഞ്ഞ് നീലം കൂടി മിക്സ് ചെയ്ത് ഞാൻ പച്ച കളർ കൂടി അടിച്ചു കൊടുത്തിട്ട്, പിന്നെ നമ്മളത് ഒരു ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ച് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. കണ്ട ഈ ഭംഗി ഓവറോൾ നോക്കുമ്പോൾ നോക്കിയാൽ സംഭവം നോക്കിയാൽ അടിപൊളിയായിട്ടാ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് സംഭവം നോക്കിയാൽ കിട്ടുമല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഗപ്പിക്കുളത്ത് പെയിൻ്റ് അടിച്ചത് സെറ്റായിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ, നന്നായിട്ട് ഉണങ്ങണം. അത് 2 ദിവസമൊക്കെ പിടിക്കാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഗപ്പികളെ വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ വേറെ ഗോൾഡ് ഫിഷിനൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനുണ്ട്, കാരണം വീഡിയോക്ക് ലെങ്ത് കൂടുന്ന കാരണം. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ബെൽബെല്ലേഷൻ ഞാറുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാലും ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടൊന്ന് കാണാൻ നോക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.